ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ ഗൈഡൻസും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓണം ഓഫർ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുടെ നെയിം മനസ്സിൽ റിപ്പീറ്റ് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഫൂളാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് കേട്ടോ. ഒരു പുതിയ തുടക്കം. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ വെച്ചിട്ട് ആ പേഴ്സൺ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സ്. ഒരു കാർഡും കൂടി എടുക്കുക. 1 മോർ കാർഡ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് സോർട്സ് ആണ്. കൺഫ്യൂഷൻ. ഇവിടെ ഫസ്റ്റത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതിനെയെല്ലാം തട്ടി മാറ്റിയിട്ട് നിങ്ങളിലൊരു പുതിയ തുടക്കം കൊണ്ടുവരിക, ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ റീസൺ ആയിട്ട് കാണിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് അവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതും അവർക്കിപ്പോഴും ആക്ഷൻ ഒന്നും അവരെടുക്കാതിരിക്കുന്നത്. പക്ഷെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: എന്ത് എഫേർട്ട് വേണമെങ്കിലും നിനക്ക് ഞാൻ എടുക്കാം. പിന്നെ എന്തുകൊണ്ടാണ് അവരെടുക്കാത്തത്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് എന്താ പറയുക, ഐഡിയാസുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട് അവർക്ക്. അതായത് അവർ പെട്ടെന്ന് എടുത്തു ചാടി അവർക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. അവരൊന്ന് ചിന്തിക്കണം. അവരൊന്ന് ചിന്തിച്ചാലൊക്കെ അവർക്ക് അതിനുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ. അത് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു വാട്ടർ എനർജി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓവർഫ്ലോഡ് ആണ് എല്ലാം ഇപ്പം നിങ്ങളുടെ അടുത്ത്. അതായത് ഒരു മിസ്സിങ് എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിക്കോട്ടെ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ പലതും അവർക്കിപ്പം കൂടുതലാണ്. ലിമിറ്റ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അവർക്കൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഈ കാര്യങ്ങളെയൊക്കെ. അതായത് മിസ്സിങ് എനർജി, ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് കടന്നു വരുന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക്
കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അത് ഓവർഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, എർത്ത് എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, യൂണിവേഴ്സലി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. മേ ബി നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടാകാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ അവരെ ഇങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, അതിനനുസരിച്ച് ആ പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് വലിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എർത്തിൻ്റെ കാർഡ് നമുക്ക് 2 വന്നിട്ടുള്ളത്. 2 സക്സസ് ആണ്. നിങ്ങളുടെ നേർക്ക് കാലചക്രം തിരിയും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ വരിക തന്നെ ചെയ്യും. കാരണം അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പുതിയ തുടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്ത് എഫേർട്ട് വേണമെങ്കിലും എടുക്കാം. മുന്നിൽ എത്രയൊക്കെ കുഴികൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ചുറ്റിലും നിന്നോട്ടെ, അത് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും എന്നുള്ള ഒരു മെസ്സേജാണ് അവർ തരുന്നത്. അതിപ്പം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം, എന്നിട്ടും അവരങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് പറയുന്നത്. അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. ഈ ഒരു ഇഷ്ടം കാണിച്ച് തന്നെയാണ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് നിങ്ങളെ ബ്രേക്ക് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ എന്ത് തരത്തിലും നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് ആ പേഴ്സൻ്റെ എനർജിയാണത്. ഇവിടെ ഒരു ആൻസൈറ്റി, അതുപോലെ തന്നെ ഡിപ്രഷൻ കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അവർ വളരെയധികം ഡിപ്രസ്ഡ് ആയി പോകുന്നുണ്ട്, അവർക്ക് കുറ്റബോധം വരിക. അതായത് നമ്മൾ ചെയ്തതിനുള്ള ഫലമൊക്കെ നമുക്ക് കിട്ടുമല്ലോ തിരിച്ച്. നിങ്ങളൊരു സമയത്ത് വളരെയധികം ഹാർട്ട് ബ്രോക്കൺ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പേഴ്സൺ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇതുപോലെ ഡിപ്രഷൻ അനുഭവിക്കേണ്ടി വരുന്നത്, രാത്രിയിൽ ഉറക്കമില്ലാത്തൊരവസ്ഥ വരുന്നതൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇവിടെ വേറൊരു കാര്യം കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി ഈ പേഴ്സൺ ഉണ്ട്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ഇനിയും ഇവരിങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്, നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തുകയാണ്, ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തിരിച്ച് പറയുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിട്ടു പോകുമോ, വേറെ റിലേഷൻഷിപ്പ് ആകുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇത്രയും നാളും അവർക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ നിന്നാലും, അല്ലെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം എന്നൊക്കെയുള്ള ഒരു ഹോപ്പ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. എപ്പോൾ കയറി ചെന്നാലും നിങ്ങൾ സ്വീകരിക്കും എന്നൊരു വിചാരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർക്കത് നഷ്ടമായിട്ടുണ്ട്. അവർക്ക് ആ ഒരു ഹോപ്പൊന്നും ഇപ്പോൾ ഇല്ല. അവർക്കിപ്പോൾ ഒരു പേടിയാണുള്ളത്, നിങ്ങൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലായി പോകും എന്നൊക്കെയുള്ളൊരു പേടിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ വരും, തിരിച്ചെന്തായാലും വരും, ഞാൻ എഫേർട്ട് എടുത്താണെങ്കിലും വരും. ഈ സിറ്റുവേഷൻ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട് മാത്രം ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ കൺഫ്യൂഷൻ എന്ന കാർഡ് പോലും ബോട്ടം ഓഫ് ദ ഡെക്കാണ് വന്നിട്ടുള്ളത്. അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ മെനഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതായത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിലൊരു എന്താ പറയുക, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവർക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും ഇൻ്റർ കാസ്റ്റ്, അതായത് റിലീജിയൻ വേറെ വേറെ, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഒരുപാട് അതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് നേരാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് റെഡി ആവുന്നില്ല. ഇനിയിപ്പം നിങ്ങളൊരു വേറെ എന്താ പറയുക, ഫാമിലി ഉണ്ടായിട്ടും നിങ്ങൾ വേറെ ഒരു റിലേഷൻ അങ്ങനെ എക്സ്ട്രാ മാരിറ്റലൊക്കെ ആണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ നിലനിർത്താൻ, അതൊരു ചീറ്റിംഗ് തന്നെയാണ്, പക്ഷെ എന്നാലും ഇവിടെ വരുന്ന എനർജിയിൽ നിങ്ങളെ നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം ഈ തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്. ഓക്കെ, അത് വാല്യൂഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ചാലഞ്ചുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട്. അതായത് ഞാൻ ഒരുപാട് സ്ട്രെസ്സാണ്, ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്നുള്ള മെസ്സേജാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല, ബാലൻസ് ഇല്ലായ്മയാണ്. അതായത് അവർ ലൈഫിൽ ഇപ്പം താന്ന് നിൽക്കുകയാണ്, ആ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ അവരിങ്ങനെ നിൽക്കുക, ഒരു സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടുന്നില്ല. അവർ പരമാവധി അവനവൻ്റെ സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അവനവൻ്റെ സ്റ്റാൻഡിൽ നിന്ന് തീരുമാനം എടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അത് തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എത്ര എഫേർട്ട് എടുത്തും നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ അവരിലേക്ക് നിങ്ങളെ തിരിച്ചെടുക്കും എന്നുള്ള ഒരു കാര്യമാണ്
ഇവിടെ നടുവിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രം ഒന്ന് മാറി, അല്ലെങ്കിൽ അതൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. മേ ബി എക്സ്ട്രാ മെറിറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആളുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകാം, അറിഞ്ഞിട്ട് പ്രശ്നം വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് അത് സോൾവ് ആകേണ്ടത് അല്ലെങ്കിൽ അത് ഒതുങ്ങി തീർക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാത്ത ഫാമിലിയൊക്കെ ആണെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ പേഴ്സൺ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ട്, എന്തായാലും മെൻ്റലി ഒക്കെ ഇവർ ഭയങ്കരമായിട്ടും സ്ട്രെസ് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്കിവിടെ പോസിറ്റീവായിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതായത് എന്തോ ഒരു ഗുഡ് ന്യൂസ്, നിങ്ങൾ സന്തോഷകരമാവുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് സഡൻ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഈ പേഴ്സൻ്റെ കോളോ മെസ്സേജോ എന്തെങ്കിലും ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു സംതിങ് കാര്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളുകളാണെങ്കിൽ ഇതിനുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ഇല്ലെങ്കിൽ കോള്, മെസ്സേജ്, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊരു ഡിലേ പ്രോസസ്സും അല്ല, അത് സഡൻ ആയിട്ട് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നു, പെട്ടെന്ന് വരുന്നു, അത് അൺഎക്സ്പെക്റ്റഡും ആയിരിക്കും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ആ ഒരു തോട്ട്സിൻ്റെ കാര്യം അവിടെ ആവശ്യമില്ല. പേഴ്സണെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ എന്താണെങ്കിലും ഓക്കെ, അത് നിങ്ങൾക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്തോളുക. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതിലൊന്ന് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻഡ്യൂഷനിൽ ശ്രദ്ധിക്കുക, വിശ്വസിക്കുക, ഇന്നർ വോയിസ് ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. അതായത് എടുക്കേണ്ട ആക്ഷൻസ് പെട്ടെന്ന് തന്നെ എടുക്കുക, ആലോചിച്ച് നല്ലോണം ആലോചിച്ചിട്ട് ആക്ഷൻസ് എടുക്കുക. നിങ്ങളിങ്ങനെ കൂട്ടി വെക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് അനാവശ്യ ചിന്തകളായിരിക്കാം, ഓവർ തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ സമയം പോക്കുന്നതായിരിക്കാം, അലസതയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഓവറായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വിട്ട് കളയാനാണ് പറയുന്നത്. നിങ്ങൾ എന്തിനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സ്റ്റെബിലിറ്റീനെ ഇല്ലാതാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ബാലൻസ് ഇല്ലായ്മ ഇല്ലാതാക്കുന്ന ഒരു രീതി. സോ നിങ്ങൾ അതിനെല്ലാം ഒന്ന് റിലീസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഹീൽ ചെയ്ത് കളയുക, അതൊന്നും വേണ്ടാത്തതാണ് നിങ്ങൾക്ക്. ചാരിയറ്റ് കാർഡാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ, നൈറ്റ് ഓഫ് സോർട്സ്, നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരും എന്നുള്ളത്. സഡൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാരിയറ്റ് കാർഡ് ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അവർ തീരുമാനം എടുക്കുന്നുണ്ട്, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ന്യൂ ബിഗിനിങ് ആണ് എന്നൊക്കെയുള്ളത്. മേ ബി ഇത് നിങ്ങളടുത്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങളോട് ഓപ്പണായിട്ട് പറയുമായിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ ഒരു റിയൂണിയൻ, ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും, അവർ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വൈബ്രേഷനിൽ നിങ്ങൾ എന്തൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ എന്നുള്ള ഗൈഡൻസ് ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.